നമ്മൾ ഈ പാസിംഗ് ദ ബക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയില്ലേ, നമ്മുടെ തലയിൽ നിന്ന് പരുക്ക് ഉത്തരവാദിത്തങ്ങൾ അങ്ങോട്ട് മാറ്റിക്കളയുക, നമ്മൾ തെളിഞ്ഞ വെള്ളത്തിൽ നിൽക്കുക. ഇതാണ് ഇപ്പോൾ മന്ത്രിയായാലും ശരി, ദേവസ്വം ബോർഡ് ചെയർമാനായാലും ശരി അവർ ചെയ്യുന്നത്. പക്ഷേ പ്രശ്നം എന്താണ്? ദേ ആർ റെസ്പോൺസിബിൾ. അവർക്ക് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ട്? അവരാണ് ഇപ്പം അധികാരത്തിലിരിക്കുന്നത്, അവരാണ് ഇതിൻ്റെ ചുമതലക്കാരായിരിക്കുന്നത്, അവരാണ് സമൂഹത്തോട് മറുപടി പറയാൻ ബാധ്യസ്ഥരായിട്ടിരിക്കുന്ന ആളുകൾ. എനിക്ക് ഉത്തരവാദിത്വം ഇല്ലെന്ന് എങ്ങനെയാണ് പറയുക? നിങ്ങൾ ദേവസ്വം ബോർഡ് ചെയർമാനായിരിക്കുമ്പോൾ നിങ്ങൾ ഈ സംവിധാനങ്ങൾ നിങ്ങൾ ഭരണം തുടങ്ങിയ സമയം മുതലുള്ള കണക്കല്ലല്ലോ നോക്കേണ്ടത്. നിങ്ങൾ ആ സംവിധാനത്തിൻ്റെ മൊത്തം ചുമതലക്കാരനാണ്. ആ ചുമതലക്കാരെന്ന നിലയിൽ നിങ്ങൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളോടും ആൻസറബിളുമാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ കാലത്തല്ല എന്ന് പറയാം, എൻ്റെ കാലത്താണോ അല്ലയോ എന്നുള്ള അല്ലല്ലോ പ്രശ്നം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അവിടെ വലിയ തോതിലുള്ള മോഷണം ഉണ്ടായിട്ടുണ്ടോ? അവിടെ കൃത്രിമങ്ങൾ നടന്നിട്ടുണ്ടോ? അവിടെ തട്ടിപ്പുകാർ കയറി ഇറങ്ങുന്നുണ്ടോ? ഇത് പരിശോധിക്കാനുള്ള സംവിധാനം വേണം. ആ സംവിധാനത്തിൻ്റെ ചുമതലക്കാരനായിട്ടുള്ള ആൾ ജനങ്ങളോട് മറുപടി പറയണം. ഇക്കാര്യത്തിൽ ഈ മന്ത്രിയായാലും ശരി, ചെയർമാനായാലും ശരി, ഈ ഉത്തരവാദിത്തം നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് അവർ ഈ പണ്ട് എന്നെ കോഴി കെട്ടാൻ ഞാൻ തലയിൽ പൂടയുണ്ടോ എന്ന് ചോദിക്കുന്ന മാതിരിയുള്ള ഒരു പരിപാടിയായിട്ടാണ് നമുക്ക് പറയാം. ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാരിന് ഒരു കൂട്ടുത്തരവാദിത്വമുണ്ട്, ഇതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിലൊക്കെ തന്നെ തങ്ങളുടെ ശരീരം രക്ഷപ്പെടുത്താൻ, തങ്ങളുടെ തടി രക്ഷപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് ഇവരൊക്കെ നടത്തുന്നത്. പക്ഷേ ഇവർ രക്ഷപ്പെടാൻ പോകില്ല. എന്തുകൊണ്ടാണ്? ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, പ്രത്യേകിച്ചും ഈ 2018 ശേഷമുള്ള ഈ സംഭവങ്ങൾക്ക് ശേഷം 2019 ശേഷം വളരെ വ്യാപകമായിട്ടുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ സംഭവമാണ് ഈ സ്വർണം കൊണ്ടുപോയതിൻ്റെ വിശദാംശങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് അയ്യപ്പ സംഘം ഒരു പൊളിറ്റിക്കൽ സംഘമായിരുന്നു അത് യഥാർത്ഥത്തിൽ അയ്യപ്പനുമായിട്ടോ ദേവവിശ്വാസവുമായിട്ടോ അയ്യപ്പ ക്ഷേത്രവുമായിട്ടോ ഒന്നും ഒരു ബന്ധവുമില്ലാത്ത എക്സ്ട്രീംലി പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഈ അവിടെ നടത്തിയത്. അതിന് വേണ്ടിയിട്ട് ദേവസ്വത്തിൻ്റെ പണമാണ് മാറ്റിവെച്ചത്. അത് ആരോട് ചോദിച്ചാൽ അത് ചെയ്തിരിക്കുന്നത്? അത് ഈ ചെയർമാൻ അറിയില്ല എന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തമുള്ള സ്ഥലത്ത് നിന്നല്ലേ ഈ 3 കോടി ഉറുപ്പിക മാറ്റി കൊടുത്തത്. അപ്പോൾ അത്തരം കാര്യം അല്ല. അവിടെ എന്ത് തരത്തിലുള്ള അയ്യപ്പവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് വിഷയമാണ് ഉണ്ടായിട്ടുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞു, അയ്യപ്പനെ കാണേണ്ട ആളുകൾ 18-ാം പടി കയറിയിട്ടാണ് പോകുന്നത്. അല്ലാണ്ട് ഈ ശബരിമലയിൽ പോകേണ്ട ആളുകൾ ഈ പിണറായി വിജയനെ കാണാനല്ല പോകുന്നത്. ഇപ്പോൾ പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തിൽ വാസവനും പിണറായിയും അടക്കമുള്ള വലിയ മഹാമൂർത്തികളെയാണ് ജനങ്ങൾ കാണുന്നത്. ജനങ്ങൾക്ക് അവരെ അല്ല കാണേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഈ സർക്കാരിൻ്റെ ചുമതലക്കാരായിട്ട് ദേവസ്വത്തിന് തലപ്പത്ത് വന്നിരിക്കുന്ന ആളുകൾ വളരെയേറെ മോശമായിട്ടുള്ള ഉത്തരവാദിത്വ രാഹിത്യം കാണിച്ചിട്ടുണ്ട്. പല വിഷയങ്ങളിൽ അത് കാണിച്ചിട്ടുണ്ട്. പോറ്റിയെപ്പോലുള്ള ആളുകൾ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നത് ഒരു പ്രശ്നം. അത് എന്തുകൊണ്ടാണ് ഈ പോറ്റിയെപ്പോലെ ആളുകൾക്ക് ഇറങ്ങിയിരിക്കാൻ സാധിക്കുന്നതെന്ന് കൂടി നോക്കണം. കാരണം ഒരു കാര്യം നോക്കുക, ഈ സാധനം ശബരിമലയിൽ നിന്ന് മദ്രാസിലേക്ക് കൊണ്ടുപോകുന്നു. അത് മദ്രാസിലെ സിനിമാ നടന്മാരുടെ വീട്ടിലെത്തുന്നു. ബാംഗ്ലൂരുള്ള ഒരു അമ്പലത്തിൽ ചെന്ന് ഇത് എങ്ങനെയാണ് നടക്കുന്നത്? അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സാധനം ഒരു സ്ഥലത്തേക്ക് കൊടുത്തയച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടൊരു വഴിയുണ്ട്. ആ വഴിയിൽ അവിടെ എത്തണ്ടേ? അതെങ്ങനെയാണ് വഴി തെറ്റി മറ്റു പല സ്ഥലങ്ങളിൽ എത്തുന്നത്? ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് വളരെ വ്യാപകമായിട്ടുള്ള ഒരു വലിയ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. ആ മാഫിയക്ക് ഇന്ന് അധികാരത്തിലുള്ളവരും മുമ്പ് അധികാരത്തിലുള്ളവരും എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ട്. എന്തുകൊണ്ട് നൽകുന്നത്? അവർക്ക് അതിൻ്റേതായിട്ടുള്ള വരായികയുണ്ട്, വലിയ വരുമാനമുണ്ട്. ആ വരുമാനം പലരുടെയും കീശയിലെത്തിയിട്ടുണ്ട്. ഇതാണ് വസ്തുത. ഇത് കൃത്യമായിട്ട് കോടതിക്കും ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ഇവർ സ്വാഗതം ചെയ്യലാണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോടതിയല്ലേ നിയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ സ്വാഗതം ചെയ്യേണ്ടി വരും. പക്ഷേ എങ്ങനെയെങ്കിലും ഈ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമവും അവർ നടത്തുകയും ചെയ്യും. അതാണ് എനിക്ക് തോന്നുന്നത്.